അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ മുസ്ലിം സമുദായം വളരെ ദീർഘദൃഷ്ടിയുള്ള ഒരു സമുദായമാണ്. മാപ്പിള സമുദായം എന്ന് നമ്മളെ കുറിച്ച് പറയാറുണ്ട്. മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ മാഫല്ലാഹ്, കൃഷിക്കാരല്ലാത്ത, അതായത് കച്ചവടക്കാർ എന്നുള്ള അർത്ഥത്തിൽ ആ മാഫല്ലാഹ് അത് ലോപിച്ചാണ് മാപ്പിള എന്നായതെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാറിയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചുവടുവെപ്പുകൾ നടത്തുന്നതിൽ നമ്മുടെ അസമുദായത്തിലെ ചില പ്രതിഭാധനന്മാർ വിജയിക്കുന്നു എന്നുള്ളതാണ് എവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ട്, അതായത് കാറ്ററിഞ്ഞു തൂറ്റുക എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു തൂറ്റൽ അതിന്റെ വാർത്ത ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. BJP കേരളം ആ പേജിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. സൂഫി വഴികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി കുരുവട്ടൂർ സാവിയത്ത് സൂഫിയായുടെ പ്രതിനിധികൾ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. ഷെയ്ഖുന ഹാഫിദ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് നൌഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ, തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫി എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകുന്ന പിന്തുണ അഭിനന്ദനാർഹമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മാനവിക ഐക്യത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് അവർ പിന്തുണ അറിയിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസ്സലാം, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഷാഹിദ് തുടങ്ങിയ മുതിർന്ന കാര്യകർത്താക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നിങ്ങളെന്നാ വിചാരിച്ചേക്കണം, വെറുതെ ഈ കിതാബോത്തുമായിട്ട് കഴിയുന്ന കൂപമണ്ഡൂകങ്ങളല്ല നമ്മുടെ മുസ്ലിയാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ. അവര് ഈ മാറ്റം, ഈ രാജ്യത്തിന്റെ സ്പന്ദനങ്ങൾ അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ കാലത്തിന്റെ മുമ്പേ സഞ്ചരിക്കാൻ തുടങ്ങി. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായില്ല എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് ഈ ശ്രമങ്ങൾ എത്താതിരുന്നാൽ മാത്രം മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരുടെ ആത്മാർത്ഥതയിൽ ഇനി BJPക്കാർക്ക് വല്ല സംശയവും തോന്നുമോ എന്നുള്ള പേടിയേ നമുക്കുള്ളൂ. ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിനത്തിൽ BJP നേതാവായ അബ്ബാസ് നഖ്വിയുടെ സഹോദരനും കൊല്ലപ്പെട്ടിരുന്നു കർസേവകരുടെ ആക്രമണത്തിൽ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ നഖ്വി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് കർസേവകര് പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആളാണ്, നിങ്ങളുടെ കർസേവകരുടെ ആളാണ്, ഞാൻ RSSന്റെ ആളാണ്, എൻ്റെ പേര് മുസ്ലിം ആണ് എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ കർസേവകര് അയാളോട് പറഞ്ഞത്രേ, നിന്റെ സമുദായത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അമല് പൂർത്തിയാക്കി, ആ ഖത്ല് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ദുർഗതി വരാണ്ടിരുന്നാൽ മാത്രം മതി. എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും നീ കാക്കായല്ലേ വാവേ എന്ന് ഒരു ഘട്ടത്തില് BJPക്കാര് ഈ സഹോദരങ്ങളുടെ നേരെ നോക്കിയിട്ട് പാടാതിരുന്നാൽ മാത്രം മതി എന്നാണ് നമ്മുടെ ആശയും അഭിലാഷവും ഒക്കെ. സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ സമുദായം അങ്ങനെ പ്രതിഭാപരമായിട്ട് അല്ലെ വരണ്ട ഒരു സമുദായമല്ല, വളരെ സർഗചേതനയുള്ള ഒരു സമുദായമാണ്. വളരെ സർഗാത്മകതയുള്ള, വൈവിധ്യങ്ങളാർന്ന തലങ്ങളിൽ ചിന്തിക്കാൻ കഴിയുന്ന, നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന, സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയുന്ന മഹാന്മാരാണ്, ആക്ടിവിസ്റ്റുകളാണ്, യുഗപ്രഭാവരാണ് നമ്മുടെ ആളുകൾ എന്ന് ഈ സംഭവങ്ങളൊക്കെ, ഈ വാർത്തകളൊക്കെ നമ്മെ തെര്യപ്പെടുത്തും. ഇനി ഇതിനേക്കാൾ നമ്മെ ത്രസിപ്പിക്കുന്ന വേറെ ഒരു വാർത്ത ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. എല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്നതാണല്ലോ ഇതൊക്കെ. തീർച്ചയായിട്ടും ഭാരതിരാജ ആനന്ദവനം ഗുരുജിയുമായിട്ട് വളരെ മുന്നേ ഉള്ള ബന്ധമാണ്. അദ്ദേഹം ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജൂന അഖാഡയിലെ നാഗസന്യാസ സമൂഹത്തിൻ്റെ ഗുരു കൂടിയാണ്.
കേരളീയനാണെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വേദികൾ പങ്കിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പേര് PMA സലാം മുസ്ലിയാർ. അദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ജിഫ്രി തങ്ങൾ, അദ്ദേഹവും സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. പിന്നെ സാബ്ര ഹസനി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം ഇതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫസലാണ്. ഇപ്പോൾ സൂഫി ഇസ്ലാമിക് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി സമ്പ്രദായത്തിലുള്ളവർ തീർച്ചയായിട്ടും മഹമഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭാരതീയതയാണത്. കാരണം ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റേത്. വിഭിന്നമാണെങ്കിലും പുഴ ഒഴുകും പോലെ ആ ഒഴുകുന്ന പുഴയിൽ സർവ്വതും ഒഴുകിപ്പോകുമ്പോഴും ജലം സ്വച്ഛമായും സുന്ദരമായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇന്ത്യയിലെ എല്ലാ പുഴകളും സമ്മേളിക്കുന്നതും ആ ത്രിവേണി സംഗമം പോലെ അത് നിലനിൽക്കുന്നതുമായ ഒരു മഹാ ചൈതന്യമുള്ള പുഴയാണ്. നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് തന്നെ 250ഓളം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഒത്തുകൂടലുണ്ടായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത് ഭാരതീയ ഋഷി പാരമ്പര്യവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യം. ഏറ്റവും അഹം ബ്രഹ്മാസ്മി എന്ന് ഇവിടെ ഋഷിമാർ എങ്ങനെ തിരിച്ചറിഞ്ഞു, അതുപോലെ അനൽ ഹഖ് എന്ന് തിരിച്ചറിഞ്ഞ് ഋഷിമാരാണ് സൂഫികളിൽ ഉണ്ടായിരുന്ന ആത്മജ്ഞാനം നേടിയ ആളുകൾ. കണ്ടില്ലേ? അപ്പൊ കുംഭമേളയില് കുറച്ച് മുസ്ലിയാക്കന്മാരും കുറച്ച് തങ്ങന്മാരും സ്വാമിമാരോടൊപ്പം സന്യാസിമാരോടൊപ്പം പങ്കെടുത്തുകൊണ്ട് ഈ ഭാരതത്തിന്റെ തനത് ആത്മീയ പാരമ്പര്യം അവരങ്ങ് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന സമന്വയത്തിന്റെ ഒന്നായി ചേരലിന്റെ വിവിധ പുഴകള് ഒരുമിച്ച് ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഒഴുകി എത്തുന്നതിനെ ശരിക്കും പ്രതീകവൽക്കരിച്ചുകൊണ്ട് അങ്ങനെ ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട ആ മുസ്ലിയാക്കന്മാരും ആ തങ്ങന്മാരും ആ സന്യാസിമാരോടൊപ്പം കുംഭമേളയിൽ പങ്കെടുത്ത് ധന്യരായിരിക്കുകയാണ്. അവരതിൻ്റെ നിർവൃതി, അതിൻ്റെ സായുജ്യം അവര് ആവോളം നുകർന്നിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളിലൂടെ, വൈവിധ്യമാർന്ന ഇടപെടലുകളിലൂടെ, വൈവിധ്യമാർന്ന പെർഫോമൻസുകളിലൂടെ നമ്മളെ ത്രസിപ്പിക്കുന്ന തങ്ങന്മാരും മുസ്ലിയാക്കന്മാരുമൊക്കെ ഉള്ളതിൽ തീർച്ചയായും നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. ഇങ്ങനെ എവിടെ എന്ത് സാധ്യതകളുണ്ടെങ്കിൽ, ഏതായാലും ഈ മുസ്ലിയാക്കന്മാരെയൊക്കെ ഓതാൻ വിട്ട മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ആ നിയ്യത്ത് സഫലമായി. കാരണം ഒരു പിള്ളേനെ കിതാബ് ഓതാൻ വിടുമ്പോ മാതാപിതാക്കളുടെ നിയ്യത്ത് എന്താ? ഇവൻ എങ്ങനെയെങ്കിലും കിതാബ് ഓതി ഇവൻ രക്ഷപ്പെടണം, ഇവൻ കരപ്പറ്റണം, ഇവന്റെ ജീവിതം പച്ച പിടിക്കണം. അപ്പോ ഈ മാറിയ കാലത്ത്, അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ അത് അവസരങ്ങളുടെ കലയാണ്. രാഷ്ട്രീയത്തെ പറ്റിയും അങ്ങനെ പറയാറുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ കലയാണ്. ആ ജീവിതത്തെ പറ്റിയും പറയാം. ജീവിതം എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ കലയാണ്. അങ്ങനെ മാറി മാറി വരുന്ന അവസരങ്ങൾ, മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, ആ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച്, തരംഗങ്ങൾ മാറുന്നതിനനുസരിച്ച്, പരിതസ്ഥിതികൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സിയാക്ക് എന്താണ്, ഖരീനത്ത് എന്താണ് എന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ആ ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് മാതാപിതാക്കൾ ഓതാൻ ഈ ഉസ്താദന്മാരെയൊക്കെ വിട്ടപ്പോ നിയ്യത്താക്കിയതുപോലെ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള, ജീവിതം മുഹ്ലറാക്കാനുള്ള, വളരെ ഹുൽവാക്കാനുള്ള ഇവരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഒരിക്കൽ കൂടി നമോവാകം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.